ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്തോരം ആൾക്കാരാണ് എനിക്ക് ഈ ഒരു സാധനങ്ങൾ അയച്ചു തരുന്നതെന്ന് അറിയാം. കുണ്ടേഷ് പുതിയ വീഡിയോ അല്ല, വീഡിയോ ഇടാനുള്ള ധൈര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇടാൻ ഇല്ല. വീഡിയോ ഇപ്പം ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോക്ക് ഒരു പ്രതികരണങ്ങളോ കാര്യങ്ങളോ എനിക്ക് വേണമെന്നില്ല, എനിക്ക് നിർബന്ധമൊന്നുമില്ല. കാരണം ഇനിയും നിങ്ങൾ കള്ളത്തരങ്ങൾ എഴുന്നള്ളിക്കണമെന്നോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയണമെന്നോ ഒരാഗ്രഹവും എനിക്കില്ല, മനസ്സിലായില്ലേ? പക്ഷേ നിങ്ങൾ ആദ്യം നിർത്തേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ പറയുന്നത് പോലെ ഓൺലൈൻ മീഡിയാസിന് കൊണ്ടുപോയിട്ട് ബൈറ്റ് കൊടുക്കുന്നത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. നിങ്ങളെ ആൾക്കാർ ഇങ്ങനെ മറന്നു വരികയാണ്, നിങ്ങളുടെ കള്ള സർജറിയും കാര്യങ്ങളും ഒക്കെ ആൾക്കാരൊന്ന് മറന്നു വരികയാണ്. അപ്പൊ അതിന്റെ ഇടയെ കൊണ്ടുപോയിട്ട് ഈ ഓൺലൈൻ മീഡിയാസിന് ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് അത് വീണ്ടും ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ദയവ് ചെയ്തിട്ട് നിങ്ങളത് മനസ്സിലാക്കണം. മുഹമ്മദ് ജാസിലിനോടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം മരത്തിന് കെട്ടിയിട്ട് കല്ലെറിഞ്ഞ് കൊല്ലേണ്ടത് ഈ ഓൺലൈൻ മീഡിയാസിനെയാണ്. ഇത്രക്കുള്ള ഒരു മൈക്കും കൊണ്ടുപോയിട്ട് പിന്നെ ബാക്കിയുള്ളവരെ അണ്ണാക്കിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഓന്റെ ഒക്കെ പിന്നെ അമ്മൂമ്മേന്റെ ചോദ്യങ്ങളുണ്ട്. ഹെൽമസ്പാട്ട ജാസിനോട് പറഞ്ഞതില് ആഷീന്റെ അഭിപ്രായം എന്താണ്? ആഷീന്റെ അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന മറ്റവന്റെ അഭിപ്രായം എന്താണ്? എടാ, നിനക്കല്ലേ ഈ അഭിപ്രായം കേട്ടിട്ട് എന്നാണ് വേണ്ട? ഓൺലൈൻ മീഡിയ ആയിട്ട് മൈക്കും കൊണ്ട് പോകുന്ന തന്തിയില്ലാത്ത ഐര്യങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, പിന്നെ ഇവന്റെയൊക്കെ വീടും കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, മൈക്ക് എടുത്തോണ്ട് പോകണം. ക്യാമറയും പിടിച്ചോണ്ട് ഓന്റെ പിന്നെ വീട്ടിൽ കിടക്കുന്ന അച്ഛന്റെയും അമ്മേനെയും പെങ്ങന്മാരെയും അണ്ണാക്കിന്റെ ഇടയിൽ ഇങ്ങനെ വെക്കണം. ഓൺലൈൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഈ ചെറ്റയുടെ അമ്മയായിരിക്കുന്നതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? താങ്കൾക്ക് എപ്പോഴെങ്കിലും അതിൽ മനോവിഷമം തോന്നി ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ ഈ ചെറ്റയെ പ്രസവിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് എന്ന് ആ അമ്മേനോട് ചോദിക്കണം പോയിട്ട്. ഇങ്ങനെയുള്ള ചെറ്റകളോടാണ് ഞാൻ പറയുന്നത്. വേറെ ഒരു പണിയുമില്ല ഇവർക്ക്. ഈ പറയുന്നത് പോലെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയോന്ന് വെച്ചാൽ എന്തൊക്കെയോ. ഞാൻ തന്നെ ഇന്ന് വീഡിയോ ഇട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 14 വയസ്സുകാരൻ്റെ 19 വയസ്സുകാരൻ, ഇതൊന്നും ഇവർക്ക് പ്രശ്നമില്ല. ഈ ഓൺലൈൻ മീഡിയാസിന് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ബസ്സിലുള്ള ആ ഒരു സംഭവം, ആ ദീപക് എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു, അത് ഇവരുടെ വിഷയമല്ല. ഇവർക്ക് ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഇവർക്ക് അറിയേണ്ടതുള്ളൂ. എടാ, ചത്തൂടാടാ നിനക്കൊക്കെ? അതാ ഞാൻ ചോദിക്കുന്നത്. ഈ ഓൺലൈൻ മീഡിയാസിനോടാണ്. ഇങ്ങനെ മൈക്കും പിടിച്ച് ഇതിന്റെ ഒക്കെ ഞാൻ പറയുന്നില്ല. നമുക്ക് കുറച്ച് വീഡിയോസ് കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾ എന്തായാലും അയച്ചു തന്ന സ്ഥിതിക്ക് ഞാനത് റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തിരക്കുകൾക്കിടയിലും ഈ ഒരു സാധനം ചെയ്യുന്നത്. നമുക്ക് എന്നാൽ ഓരോ വീഡിയോ ആയിട്ട് കണ്ടിട്ട് അണ്ണനുള്ള മറുപടി അങ്ങോട്ട് കൊടുക്കാം. ഈ പലരും പല രീതിയിലാണ് പറഞ്ഞത്. ചിലവർ ഡൗൺ സർജറിയാണ്, ചിലർ മറ്റെന്തെങ്കിലും സർജറി ആയിരിക്കും. അതിനെ ചൊല്ലി പല വിവാദങ്ങൾ വരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ സർജറി ചെയ്ത ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഞാനും കേൾക്കുന്നുണ്ട്. അപ്പൊ ചിലൊക്കെ പറഞ്ഞു ജാസ്തി ചെയ്ത് സർജറി ചെയ്താന്നല്ലോ പറഞ്ഞാൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മളെ ശരീരത്തിൽ നമ്മൾ സർജറി ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അതെങ്ങനെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ സർജറി ചെയ്തു, ഞാനൊരു പെണ്ണായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും കൂടിയിട്ട് ഞാൻ ഒരു പെണ്ണായി എന്നാക്കി മാറ്റി കുറെ എന്തൊക്കെ വിവാദങ്ങൾ. ഞാനത് ഒന്നും ബോധർ ചെയ്യുന്നില്ല. പക്ഷെ എൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് ഞാൻ എൻ്റെ അക്കൗണ്ടിലൂടെ പങ്കുവെച്ചത്. ഞാനിങ്ങനെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന്. അത് ഇപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്ത് സർജറി ചെയ്തോ അല്ലെങ്കിൽ ഞാൻ എന്ത് സർജറി ചെയ്തതെന്ന് പറയേണ്ട വ്യക്തമാക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനത്. ഈ എന്ത് സർജറിയാണ് ചെയ്തേ എന്നുള്ള ഒരു സാധനം വ്യക്തമാക്കാൻ താല്പര്യമില്ലാത്ത മുഹമ്മദ് ജാസിലിനോടാണ് ഞാൻ പറയുന്നത്. നീ അത് വ്യക്തമാക്കേണ്ടി വരും. കാരണം ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ത്രീയായ എനിക്കെതിരെ പുരുഷനായ നീ നടത്തിയ നഗ്നതാ പ്രദർശനത്തിന് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നീ എന്തായാലും റിവീൽ ചെയ്യണം. നീ എന്ത് സർജറിയാണ് ചെയ്തേ എന്നുള്ളത് നീ റിവീൽ ചെയ്തേ പറ്റൂ. കാരണം നിനക്ക് നഗ്നതാ പ്രദർശനം നടത്തിയിട്ടില്ല എന്നിന് പറയാൻ പറ്റില്ല. നീ തന്നെ വന്നിരുന്ന് പറഞ്ഞതാണ് ഞാൻ പ്രദർശനം നടത്തിയിട്ടുണ്ട്, ആ കുട്ടി കാണണ്ട എന്ന് പറഞ്ഞിട്ടും ആ കുട്ടിക്ക് നേരെ ഞാൻ കാണിച്ചു എന്നുള്ളത്. പിന്നെ നീ എവിടെയും നീ എന്ത് സർജറിയാണ് ചെയ്തതെന്ന് നീ പറഞ്ഞിട്ടില്ല. അതെന്തുമാവാം. ഏത് എന്ന് നീ പറയേണ്ടി വരും. തീർച്ചയായിട്ടും നീ പറയേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ വരുത്തോടാ, പേടിക്കണ്ട നീ. പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ ബാക്കിയുള്ള ട്രാൻസ്ജെൻഡേഴ്സ് എത്രയോ ആൾക്കാർ, നീ ആ ആശയുണ്ടല്ലോ, നെക്സ്റ്റ് ഞാൻ പറയാതെ. എടാ, ആ ചെക്കനെ എന്തെങ്കിലും ഒന്ന് പറയാൻ വിട്. എന്തെങ്കിലും ഓൻ എപ്പോഴെങ്കിലും മന്ദബുദ്ധിയായി പോവാൻ, അതിന് എപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കാൻ വിടയിനാ. കേട്ടില്ലേ?
ചിരിയാന്ന് വരുന്ന എനിക്ക് ഇതിനുള്ള കാണുമ്പോൾ സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർജറി വെളിപ്പെടുത്താൻ താല്പര്യമില്ല. പിന്നെ എന്തിനാണ് ഈറ്റിയൊക്കെ നീ ബൈറ്റ് കൊടുക്കുന്നത്? നിനക്ക് സർജറി വെളിപ്പെടുത്താൻ താല്പര്യമില്ല, സർജറിനെ കുറിച്ച് ആരും സംസാരിച്ചാൽ നിനക്ക് പ്രശ്നമൊന്നുമില്ല, എന്ത് തന്നെയാണ് നിന്റെ ഹാപ്പിനെസ്സുമായിട്ട് നീ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചൊപ്പക്കാണ് നീ ഇവർക്കെല്ലാം ഈ ബൈറ്റ് കൊടുക്കുന്നത്? അതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താന്ന് അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ബാക്കിയുള്ള ട്രാൻസ്ജെൻഡേഴ്സ് എത്രയോ ആൾക്കാർ പിന്നെ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു, അവരോടൊന്നും ചോദ്യം ചെയ്യുന്നില്ല. എന്തുകൊണ്ട് അവർ ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും നിന്നെപ്പോലെ ഇതുപോലുള്ള പ്രഹസനങ്ങൾ വന്ന് കാണിക്കുന്നില്ല. ഞാൻ സർജറി ചെയ്തേ, ഞാൻ സ്ത്രീയായി മാറിയേ. പിന്നെ നീ എന്തെന്നാ പറഞ്ഞത്? നീ എവിടെയും പറഞ്ഞിട്ടില്ല നീ സ്ത്രീ ആയിട്ട് മാറി എന്നുള്ളതല്ലേ. ഇത് കാണിച്ച് സംഭവമില്ല, നീ ശീലിച്ചതുകൊണ്ടാണത്. എന്നാ ചുട്ടയിലെ ശീലം ചുടല വരെയോ അങ്ങനെ ഒരു സംഭവമില്ലേ, അതാണ് നിന്റെ അവസ്ഥ. നീ ഈ കള്ളത്തരം പറഞ്ഞ് നീ ശീലിച്ചു. നീ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ നീ സ്ത്രീയായി മാറി എന്നുള്ളത്, നീ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് അവൻ പറയാത്ത സ്ഥിതിക്കുണ്ടല്ലോ, നമുക്ക് ഒരു ഭാഗം. എന്റെ സർജറി കഴിഞ്ഞു. ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പരിഹസിച്ചിട്ടുണ്ടായിരുന്നു, കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല, ജാസി സ്ത്രീവേഷം കെട്ടി നടക്കുക ചെയ്യുള്ളൂ എന്നൊക്കെ. ഇതിനും വലിയൊരു തെളിവ് എനിക്കിനി പറയാനില്ല. ഞാൻ ഒരു സ്ത്രീയായി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനൊരു സ്ത്രീയായി മാറിക്കഴിഞ്ഞു. എന്നെ കുറ്റപ്പെടുത്തിയവരോട് എനിക്ക് പറയാൻ, ഇത് പിന്നെ നിന്റെ ആര് വന്ന് പറഞ്ഞതാടാ? ആരാടാ ഇത് വന്ന് പറഞ്ഞത് സ്ത്രീയായി മാറിന്ന്? അതെന്താന്നറിയോ, ഒരു ദിവസം തന്നെ 42,000 കള്ളത്തരം പറയുമ്പോൾ നിനക്കത് ഓർമ്മിച്ച് വെക്കാൻ പറ്റില്ല. അത് നിന്റെ അല്ല, അത് മനുഷ്യന്മാരെ പ്രശ്നം തന്നെയാണത്. എപ്പോഴെങ്കിലും സത്യം പറഞ്ഞ് പഠിക്കണം, അപ്പൊ അങ്ങനെ വരില്ല. ഇനി എവിടെയും കൊണ്ടുപോയിട്ട് ഓൺലൈൻ മീഡിയാസ് എല്ലാം ആര് ചോദിച്ചാലും ഇമാതിരി കള്ളത്തരം പറയരുത് കേട്ടാ. തെളിവുകളുണ്ട് നമ്മുടെ കയ്യിൽ. സ്ത്രീയായി മാറി എന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ല എന്ന് നീ പറയണ്ട. തെളിവ് വെച്ചില്ലേടാ, ഇനി നീ എങ്ങനെ പറയും? നിനക്കത് പറയാൻ പറ്റില്ല. നെക്സ്റ്റ്. ആഷി ഞാൻ പറഞ്ഞ ഒരേ വൈബുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമുള്ള ആൾക്കാരാണ്. എല്ലാ ഇന്റർവ്യൂവിലും പറയുമ്പോൾ യാത്രകൾ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഓരോ നല്ല നല്ല മൊമെന്റ്സുകൾ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കിടന്ന് കുരക്കുന്നവരെ കുറച്ചുകൊണ്ടേ ഇരിക്കും. നമ്മൾ ആ ഭാഗത്തേക്ക് മെയിൻ ചെയ്യുന്നില്ല, കിടന്ന് കുരക്കട്ടെ. പിന്നെ എന്തെങ്കിലും ഒരു കാലത്ത് ഇപ്പൊ എല്ലാവരും ഇപ്പോൾ നമുക്ക് മരണം വരെ നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ള അറിയില്ലല്ലോ. എന്തെങ്കിലും കാലത്ത് അങ്ങനെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് പിരിയും. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ചിന്തകളൊന്നും എനിക്ക് കുറച്ചു കാലം മുന്നേ ഉണ്ടായിട്ടില്ലേ? ആഷിയെ നീ വേറൊരു പെണ്ണിന്റെ കൂടെ കാണുമ്പം പിന്നെ നീ എന്തിനു അവനെ മാന്തിപ്പറച്ചേ? എന്തിനു നിന്റെ കണ്ണടിച്ചോ പൊട്ടിച്ചേ? നീ അത്രയും ചീത്ത വിളിച്ചത് അതെന്തിനായിരുന്നു? അന്നും നീ പറഞ്ഞ പോലെ അന്ന് നീ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. അന്ന് നിനക്ക് പിന്നെ 35 വയസ്സാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ 40 വയസ്സായിരിക്കും. അത്ര വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ അന്നെന്താ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ പിരിയാതിരുന്നത്? ആഷിക്ക് വേറൊരു റിലേഷൻ ഉണ്ടായ സമയത്ത് അങ്ങനെ ചെയ്യായിരുന്നില്ലേ? That's not fair, man. Next. ഈ ഹെൽനോസ് പാട്ട ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ചൊല്ലി ഹെൽനോസ് പാട്ട ജാസിനെ ഭയങ്കരമായിട്ട് തെറി പറയുകയും അങ്ങനെ വീഡിയോ ചെയ്ത ആ വീഡിയോസ് ആഷി കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിരുന്നു. അതിനെ പ്രതികരിച്ചു. ആഷിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം കാര്യങ്ങളും എന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ജാസിക്കും അതേപോലെ തെറി വിളിച്ചിട്ടെല്ലാം സംസാരിക്കാനാണ്. പക്ഷെ ജാസിൻ തെറി വിളിച്ച രണ്ടുപേരും കൂടില്ല. ഇപ്പോ ഒന്നാമത് ആ ഒരു വിഷയം ഓൾറെഡി ആ കുട്ടി പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അത് എല്ലാവരും അല്ല, എനിക്കറിയില്ല എന്താ പ്രശ്നം. ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടന്റിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഞാൻ ആ ഒരു വിഷയം അങ്ങനെ എടുക്കുന്നു. കാരണം ആ കുട്ടീനെയും ലൈഫിലെ ഞാൻ കാണുന്നു, എൻ്റെ ലൈഫും രണ്ടാളും ആ ഒരു റെസ്പെക്ട് വെച്ചിട്ട് തന്നെ ഞാനത് വളരെ മാന്യമായിട്ട് തന്നെയാണ് ഡീൽ ചെയ്തത്. ഇപ്പോൾ ആ കുട്ടി അവളെ കാര്യങ്ങളായിട്ട് അവൾ ബിസിയാണ്, ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ടും ബിസിയാണ്. ഞാൻ എവിടെയും ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല, അവളെന്നെ പറഞ്ഞിട്ടുള്ളൂ. കാരണം എൻ്റെ ഫ്രണ്ട് ആയിരുന്നു ആ കുട്ടി. അപ്പോൾ എനിക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോയതിൽ മീൻസ് അങ്ങനത്തെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നല്ലോ കുറേ മുമ്പേ. അപ്പോൾ അതിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ആ കുട്ടി പറഞ്ഞല്ലോ ഫ്രണ്ട് അല്ല എന്നുള്ളത്. അപ്പോൾ അത് ആ നല്ല രീതിയിൽ തന്നെ അത് പോവാണെങ്കിൽ അങ്ങ് പോട്ടെ. ഞാനും അത് പ്രതികരിക്കാൻ അല്ലല്ലോ ചേച്ചി ചേട്ടാ, അങ്ങനെ അല്ലല്ലോ. ഞാൻ പ്രതികരിച്ചായിരുന്നു. ഇത് കാണുന്നവര് എന്റെ മറ്റേ ലാസ്റ്റത്തെ പ്രതികരണം ഒന്ന് അയച്ചു കൊടുക്കണേ ദയവ് ചെയ്തിട്ടൊന്ന് നമ്മുടെ സാറിന്. കാരണം ജാസി അത് കണ്ടിട്ടില്ല, അവനത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ആ കുട്ടി പ്രതികരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്റെ പ്രതികരണം ഏട്ടൻ കണ്ടില്ല. ഏട്ടനൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ആര് ക്ലിയർ ചെയ്തു ആഷിനി പറയുന്നത്? നിങ്ങൾ ക്ലിയർ ചെയ്തു എന്നാണോ? നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ അത് ക്ലിയർ ചെയ്തു എന്നാണോ ആഷി പറഞ്ഞത്? ഇതില് പിന്നെ ജാസിയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, അടിമൊത്തത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു.
നീ ഇങ്ങനെ ആ ചെക്കനെ അടിമയായിട്ട് വെക്കല്ലാട്ടാ. ഒന്നും അതിന് പറയാൻ വിടുന്നില്ല. ഈ ആഷി എന്ന് പറഞ്ഞ ഓനുണ്ടല്ലോ, താടി വെച്ച ചെക്കൻ. പിന്നെ ഓൻ ഇനിയിപ്പോ നാളെ ഇവൻ ട്രാൻസ്മെന്നാന്ന് പറഞ്ഞിട്ട് വരും ഭഗവാനെ. ഇവനും ട്രാൻസ്വുമൺ ആന്ന്. പിന്നെ ഇത് അങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെ പറയാൻ പാടില്ല. നീ ആണെന്നല്ലേടാ? അല്ലേടാ ജാഷി എന്നൊക്കെ ആഷി. എടാ മോനെ, നിന്റെ ഉണ്ടല്ലോ, നിന്റെ നിൽപ്പും ഭാവവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവനൊന്നും പറയാൻ വിടുന്നില്ല ഈ ജാസി. അതെന്താ അങ്ങനെ? പാവ ചെക്കനല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തൊരു അടിമയാണ് അവൻ. പിന്നൊന്നുണ്ട്, അടിമയായാലെന്താ, ഡെയിലി നല്ല ചല്ല് പുല്ല് പോലെ തിന്നാനുണ്ടാക്കി തരുന്നില്ലേ? മോരുകറിക്ക് മോരുകറി, നെയ്ച്ചോറ്. ഇവരെ ചിലരെങ്ങനെ കഴിയുന്നേ? ഈ ഓൺലൈൻ ഇത് തന്നെയാണോ? ഇന്റർവ്യൂസ്, ഉദ്ഘാടനം അങ്ങനെ തന്നെയാണോ? ആയിരിക്കും എന്തോ അല്ലെ? കാരണം ഇവരുടെ എനിക്ക് അറിയില്ല, നമ്മളറിയാത്ത കാര്യങ്ങളിൽ പറയാൻ പാടില്ല. അതുകൊണ്ട് പ്രേക്ഷകരോടാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഇവർക്ക് എന്തോ പെർഫ്യൂമിന്റെ ഷോപ്പൊക്കെ ഇപ്പോഴും ഉണ്ടോ ദുബായില്? അത് റണ്ണിങ് ഉണ്ടോ? ചിലപ്പോ അതായിരിക്കും, അങ്ങനെ ആയിരിക്കും. അല്ലാണ്ട് പിന്നെ എങ്ങനെയാല്ലേ? ഇനി വല്ല വിസ തട്ടിപ്പ് ഉണ്ടായിനോമോ? നെക്സ്റ്റ് കാണാം. 5 മണിക്കട്ടിലും മേൽ. ഏട്ടാ പിള്ളേറ് വരെ ഊക്കി തുടങ്ങിയല്ലോടാ നിന്ന. 2, 3, 4 വയസ്സ് പ്രായമുള്ള പിള്ളേറ് വരെ നിന്നെ ഊക്കി തുടങ്ങി. എന്നാൽ ഇവൻ പഠിക്കുന്നത് ധാരണം നിങ്ങൾക്കുണ്ടോ? എനിക്കെന്തായാലും ഇല്ല. കാണാൻ നിങ്ങൾക്കുണ്ടോ? ഇതിലെങ്കിലും ആ കുട്ടി ഊക്കിയതിലെങ്കിലും ഇവൻ പഠിക്കുന്നു? ഇല്ല എന്ന് പറഞ്ഞാ ഇല്ല. എന്നെ എന്റെ ഉമ്മ ഇപ്പോഴും വിളിക്കുന്നത് മോനെന്നാണ്. ഞാൻ ഉമ്മാനോട് മോളെ എന്ന് എന്നെ വിളിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ജനിച്ചപ്പോൾ തന്നെ പെണ്ണായിട്ട് വന്ന വ്യക്തിയല്ല. ഞാൻ എന്റെ ട്രാൻസ്മിഷനിലൂടെ പെണ്ണായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഒരു മലപ്പുറക്കാരനാണെന്ന് പറയുന്നത് എനിക്ക് ഒരു നാണക്കേടും ഇല്ല. ഞാൻ ഇനിയും പറയും ഞാൻ മലപ്പുറക്കാരനാണെന്ന് തന്നെ. ഞാൻ മലപ്പുറംകാരനാണെന്ന് പറഞ്ഞ എന്താ പ്രശ്നം? ഇപ്പൊ പെണ്ണുങ്ങളെ ഡാന്ന് വിളിക്കുന്നില്ലേ? എടാ നീ എപ്പോഴാണ് വരിക? ഇവനില്ലേ, ഇവൻ ആക്ച്വലി എന്താ ഇവന്റെ പ്രശ്നം? ഇവനെ അഭിനയിക്കുന്നതാണോ മന്ദബുദ്ധിയായിട്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മള് പിന്നെ പെൺകുട്ടികളെ എവിടെയാ പോന്നേ? പിന്നെ പെൺകുട്ടികളെ ഡീ എന്നല്ലേ വിളിക്കേണ്ടത്, ഡാന്ന് വിളിക്കാൻ പാടുണ്ടോ? പിന്നെ അതുപോലെയാണ് മലപ്പുറംകാരൻ എന്ന് പറഞ്ഞത് എന്നൊക്കെ. അയ്യോ, ഇവിടെ നിന്റെ ഉമ്മ നിന്നെ ഇപ്പോഴും മകനായിട്ടാണ് കാണുന്നേ. തീർച്ചയായിട്ടും നീ മകൻ തന്നെയല്ലേ, നീ ആണ് തന്നെയല്ലേ. നിനക്ക് എവിടെ നിന്റെ സർജറി വെളിപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് പിന്നെ ട്രാൻസ്വുമൺ ആയി എന്നുള്ളതിന്റെ ID കാർഡ് കിട്ടിയോ? അങ്ങനെ എന്തോ കിട്ടില്ലേ? ട്രാൻസ്ജെൻഡേഴ്സിന് വേറെ തന്നെ ID കാർഡ് അങ്ങനെയല്ലേ? പിന്നെ അതൊക്കെ നിനക്ക് കിട്ടിയോ? നീ ആണെന്നല്ലടാ. ഇവിടെ നിന്റെ ഉമ്മ നിന്നെ എങ്ങനെ മോളെന്ന് വിളിക്കും? ഞാൻ ആ ഉമ്മാനാണ് സത്യസന്ധമായിട്ട് ഞാൻ മനസ്സത്തൊട്ടാണ് പറയുന്നത്. നിങ്ങളൊക്കെ അവസ്ഥ വളരെ 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 പരിതാപകരമാണ്. ഉമ്മ എന്നെ മോനെ തന്നെയാണ് വിളിക്കുന്നത്. ഒരു ദയനീയ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ പാവം സ്ത്രീയുടേതല്ലേ. സീരിയസ് ആയിട്ടും ഞാൻ ജാസിനോട് ഒരു കാര്യം പറയട്ടെ. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ലതുണ്ടല്ലോ, ഈ ഓൺലൈൻ മീഡിയാസിനോട് നിങ്ങൾക്ക് പിന്നെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാ, എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യമില്ല. കഴിഞ്ഞു, അതവിടെ കഴിഞ്ഞു. നിങ്ങൾക്കും വേണ്ടത് ഇത് തന്നെയാണ്. നമ്മളെ പോലെയുള്ളവർ നിന്നെയും നിന്റെ വീട്ടുകാരെയും നല്ല ചീത്ത വിളിക്കണം. അത് കേൾക്കുമ്പോൾ നിനക്കൊരു സമാധാനം, നിന്റെ ഒപ്പമുള്ള ഓനും ഒരു സമാധാനം. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്കും ഇത് തന്നെയാണ് വേണ്ടത്. നീ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ, ട്രാൻസ്മിഷനും പിന്നെ ട്രാൻസ്പോർട്ടേഷനും അതൊക്കെ നീ പറയണം. നീ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുമ്പോഴാണ് നമുക്കതൊരു കണ്ടന്റ് ആവുന്നത്. ഇതൊക്കെ ഒരു സുഖമല്ലട. എപ്പോഴും നമ്മൾ സീരിയസ് ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രം ചെയ്തു പോകുന്ന സമയത്ത് നിന്നെ പോലെയുള്ള ഇങ്ങനെ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുമ്പോൾ നമുക്കൊരു സുഖം, ഒരു എന്റർടൈൻമെന്റ്. ഓക്കെ, അടുത്തത് കാണാം. ചില ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു വിഷയം വെച്ചിട്ട് കാശുണ്ടാക്കിയായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ്. പിന്നെ യൂട്യൂബിൽ പേയ്മെന്റിന് വേണ്ടി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാരും കണ്ടന്റിന്റെ പുറകെ അല്ലേ? ഇപ്പൊ ഞാൻ പറയുമ്പോ അത് അവർക്ക് കണ്ടന്റ് ആണെങ്കിൽ അവരത് കണ്ടന്റ് ആയിട്ട് ചെയ്യുന്നു, അതിൽ അവര് റീച്ച് ഉണ്ടാക്കുന്നു, അവരതിന് പേയ്മെന്റ് അവർക്ക് കിട്ടുന്നു. എനിക്കതിൽ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. കാരണം എന്നെ പേഴ്സണലി ഹേർട്ട് ചെയ്ത് ട്രോളുമ്പോഴാണ് എനിക്ക് പേഴ്സണലി വിഷമം വരാറുള്ളത്. അല്ലാണ്ട് കുറെ ട്രോള് ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. കുറെ ആൾക്കാർ വളരെ മാന്യമായിട്ട് ട്രോളുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർ വളരെ മോശമായിട്ട് ട്രോളുന്ന ആൾക്കാരുണ്ട്. എനിക്ക് പേഴ്സണലി വിഷമം തോന്നുന്ന ട്രോളുകൾക്ക് മാത്രമേ ഞാൻ പ്രതികരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ട്രോളുന്ന ആൾക്കാർക്കെതിരെ ഞാൻ പ്രതികരിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് എന്നെ ട്രോളുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊന്നും ഞാൻ വെറുതെ എന്റെ അക്കൗണ്ടിലൂടെ. നീ ആരാ നീ? നിന്റെ അക്കൗണ്ടിൽ കൂടെ നീ റീചാർജ് ആക്കി കൊടുക്കാൻ വേണ്ടിട്ട് ആര് നീ? അതല്ല ഏതാണെന്ന് എന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്ക. പിന്നെ പ്രതികരിച്ചു എന്ന് പറഞ്ഞല്ലോ. പ്രതികരിച്ചിട്ട്
ഒരാളെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ട് തിരിച്ചൊരു കൗണ്ടർ അടിച്ചിട്ട് ഏറിപ്പോയവനാണ് ഇവൻ. അതിന്റെ പ്രതികരണം നീ പറയല്, പ്രതികരിച്ചേറിപ്പോയവനെ. റീച്ച്, കണ്ടന്റ്, പിന്നെ യൂട്യൂബ് മണി. പിന്നെ നീ എന്ത് ചെരക്കാനാടാ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്? നീയും അതിനുണ്ടല്ലേ ഇടുന്നേ? നിനക്ക് യൂട്യൂബിൽ നിന്ന് പേയ്മെന്റ് കിട്ടുന്നില്ലേ? മോണിറ്റൈസേഷൻ ഓണല്ലേ എല്ലാ വീഡിയോസിന്റെയും? ശരി തന്നെയാണ്, നീ ഒരു കണ്ടന്റ് തന്നെയാണ്, ഒരു കോമാളി കണ്ടന്റ് ആണ് നീ ബാക്കിയുള്ളവർക്ക്. അത് നിനക്ക് എപ്പം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. എപ്പോഴെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലതാണ്. ദയവ് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അതൊരു റിക്വസ്റ്റ് ആയി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫ്രണ്ട് ആയിരുന്നു എന്നിനി പറയരുത്. എന്റെ ടോപ്പിക്കേ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല, ദയവ് ചെയ്തിട്ട്. പിന്നെ നിങ്ങൾ എവിടെയും ആ കുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞില്ല. പിന്നെ നീ എന്ത് പുണ്ണാക്കിനാണ് ഹെൽനോസ് പാർട്ട എന്ന് പറയുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കുന്നത്? ഞാൻ ആ കുട്ടി എന്ന് പറഞ്ഞു, ആരാണ് ഹെൽനോസ് പാർട്ട? സീരിയസ്ലി ആരാണ് ഹെൽനോസ് പാർട്ട എന്ന് നീ ചോദിക്കണമായിരുന്നു. നീ എന്തിനാ റിപ്ലൈ കൊടുക്കുന്നേ? ഹെൽനോസ് പാർട്ട എന്നുള്ളൊരു ചോദ്യം വരുമ്പം ഇനി വേറെ ഹെൽനോസ് പാർട്ടയാണോ? അതെനിക്കറിയില്ല, വേറെ ഹെൽനോസ് പാർട്ടേനെയാണോ ഇവൻ ഉദ്ദേശിച്ചെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഐ എം സോ സോറി. ഓക്കെ, തരാം. ഇത് ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ജാസി ഓൺലൈൻ മീഡിയാസിന് കൊടുത്തിട്ടുള്ള കുറച്ച് ബൈറ്റ്സിൽ എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയിട്ടുള്ളത്. ജാസി, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ഓൺലൈൻ മീഡിയാസിന് നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ കോൺട്രവേഴ്സി സൃഷ്ടിക്കാൻ ആവശ്യം ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് റിപ്ലൈ കൊടുത്താലേ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നൊന്നുമില്ല. ഇവരെന്താ വളഞ്ഞു കയറി നിങ്ങളെ ആക്രമിക്കുമോ? അങ്ങനെ ഉണ്ടോ? സീരിയസ്ലി. പിന്നെ ഈ ഓൺലൈൻ മീഡിയാസ് ഇവർക്കൊക്കെ എത്ര തന്തകളാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കണക്കിന് ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഇവരെല്ലാം തേടി പിടിച്ചിട്ട് ഒരു മൈക്കും ക്യാമറയും കൊണ്ട് ഇവന്റെയൊക്കെ വീട്ടിൽ കയറി ചെല്ലണം. വീട്ടിൽ കയറി ചെന്നിട്ട് ആടെ ഇരിക്കുന്നവരെ നമ്മളൊന്ന് ഇന്റർവ്യൂ ചെയ്യണം. എന്നാൽ ഇവൻ പഠിക്കൂ. പിന്നെ കുറച്ചൊക്കെ പിന്നെ ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചും കൂടി നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നത് ചിലപ്പം ഈ പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള പിന്നെ കുണ്ടേഷികളുടെ കേസുകളായിരിക്കും നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നത്. അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പോലും അത് മാത്രം വിറ്റ് ജീവിക്കുന്നത് മോശമാണ് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളിലും കൂടി ഇതേ ശുഷ്കാന്തി ഈ മൈക്ക് പോയിട്ട് ജാസി ആ ഒരു സമയം അതിനും കൂടി മാറ്റി വെക്കുന്നത് നന്നായിരിക്കും. സീരിയസ് ആയിട്ട് ജാസിനോടാണ് അനാവശ്യമായിട്ട് എന്നെ ഇതിലും ഡ്രാഗ് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പ്രതികരണം നീ കാണാത്ത കൊണ്ടായിരിക്കും ആ കുട്ടി ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. എന്റെ ഭാഗത്ത് തെറ്റില്ലാത്തടത്തോളം കാലം എനിക്ക് മിണ്ടാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ കള്ളത്തരങ്ങൾ ഞാൻ പൊളിച്ചുകൊണ്ടിരിക്കും, ഇനിയും പൊളിക്കും. ഇനിയും നീ വന്നിരുന്നിട്ട് കള്ളത്തരങ്ങൾ വിളമ്പിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഞാൻ പൊളിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ സർജറി റിവീൽ ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലേ, നീ റിവീൽ ചെയ്യേണ്ടി വരും. നമുക്ക് കാണാം എന്തായാലും കേട്ടോ. ശരി.